ശ്രീജിത്ത്, രാവിലെ മുതൽ PC ജോർജിന്റെ വസതിയിൽ BJP പ്രവർത്തകര് നേതാക്കളൊക്കെ എത്തിയിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോർജ് കോടതിയിൽ കീഴടങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പോലീസിനും അത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ജോർജ് അവിടെ ഉണ്ടായിരുന്നു, പലരും അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ജോർജിന്റെ കീഴടങ്ങലിൽ സംഭവിച്ചത് ശ്രീജിത്ത്? വിജയകുമാർ, ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. അദ്ദേഹം PC ജോർജ് അദ്ദേഹം തെക്കേക്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ഉണ്ടായിരുന്നില്ലെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പരാതിക്കാരൊക്കെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ആ പ്രദേശത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലൂടെ പല പരിപാടികൾക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ PC ജോർജ് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യയും മരുമകളും അങ്ങനെയുള്ളൊരു കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം BJP നേതാക്കൾ എത്തി തുടങ്ങി. അപ്പോഴും അവിടേക്ക് വന്നതിന് ശേഷം കീഴടങ്ങുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. BJP നേതാക്കൾ അടക്കം അത്തരത്തിലുള്ള പ്രതീക്ഷയാണ്. PC ജോർജ് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. PC ജോർജ് എന്തായാലും പുറത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. PC-യോട് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും കോടതിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് PC ജോർജ് അല്പസമയം മുൻപ് പറഞ്ഞത്. PC ജോർജിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ലൈവായി നമ്മളിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് പോലീസ് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഈരാറ്റുപേട്ടയിൽ കീഴടങ്ങി, അതിനുശേഷം കോടതിയിൽ ഹാജരായി. ഇനിയിപ്പോൾ 2 മണിക്ക് കോടതി അത് പരിഗണിക്കാൻ പോവുകയാണ്. ജാമ്യമാണോ, റിമാൻഡാണോ, പോലീസ് കസ്റ്റഡിയാണോ എന്നൊക്കെ അപ്പോഴറിയാം. വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. നാടകീയമായി തന്നെ കീഴടങ്ങുകയായിരുന്നു. BJP പ്രവർത്തകരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.